നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തിനാ ഇവിടെ നിർത്തിയേ? പറയാം. നീ വണ്ടി എടുത്ത് ഗേറ്റ് വഴി പോയിക്കോ. എന്താ ഇത്ര വൈകിയതെന്ന് മാഡം ചോദിക്കും. വലിയൊരു ഡെലിവറി ഉണ്ടായിരുന്നതുകൊണ്ട് വൈകിപ്പോയിന്ന് നീ പറഞ്ഞ മാഡം വിശ്വസിച്ചോളും. എന്റെ ജോലി 5:30 കഴിയുമെന്ന് മാഡത്തിന് അറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് കള്ളം പറഞ്ഞാലും മാഡം വിശ്വസിക്കില്ല. രാത്രി 1 മണിവരെ ഡെലിവറി ഉണ്ടായിരുന്നു പറഞ്ഞ മാഡം വിശ്വസിക്കോ? നീ പറഞ്ഞ മാഡം വിശ്വസിക്കും. ഒരു കുഴപ്പത്തിനും പോവാത്ത നല്ല കുട്ടിയല്ലേ നീ. ചെല്ലേ. നീ എങ്ങനെ വരിക? ഞാൻ മതില് ചാടി വന്നോളാം. നീ പൊയ്ക്കോ. പാറു, പ്രശ്നമാവോ? ഞാൻ നിന്റെ കൂടെ വന്നാലാ പ്രശ്നമാവുക. മതില് ചാടിക്കടന്ന് ഞാൻ നേരെ മുറിയിലേക്ക് പൊയ്ക്കോളാം. മാഡം ചോദിക്കുകയാണെങ്കിൽ നേരത്തെ വന്നിരുന്നു, തലവേദന ആയതുകൊണ്ട് വന്ന ഉടനെ കിടന്നു എന്ന് ഞാൻ പറഞ്ഞോളാം. മാഡം വിശ്വസിച്ചോളും. നീ പൊയ്ക്കോ. എന്താ? അവന്തികയും ഡയാനയും ഞാൻ മതില് ചാടി അവരെ കാണും. ഇവളുമാർക്ക് ഉറക്കമില്ലേ? രാത്രി 2 മണിക്കൊക്കെ ആരോടെ ഈ ഫോണിൽ സംസാരിക്കുന്നത്? ബോയ് ഫ്രണ്ടിനോട്. ഇത് അവന്തികയുടെ സ്ഥിരം പരിപാടിയാ. ഉറക്കത്തിന് ശല്യമാവുന്നതുകൊണ്ട് റൂമിൽ നിന്ന് സംസാരിക്കാൻ മുക്ത സമ്മതിക്കില്ല. അതുകൊണ്ടാ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഡയാന അവൾക്ക് കാവല് നിൽക്കുക. വെറുതെ അല്ല, കൂലിക്കാ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവന്തിക അവൾക്കൊരു മട്ടൻ ബിരിയാണി വാങ്ങിക്കൊടുക്കും. അവന്തികയുടെ ഈ കലാപരിപാടി മിക്കവാറും നേരം വെളുക്കുന്നവരെ നീണ്ടു നിൽക്കും. നേരം വെളുക്കുന്നവരെയോ? അപ്പൊ ഞാനിങ്ങനെയാ മുറി പോവാ? ഞാൻ എങ്ങനെയെങ്കിലും അവരവിടെ നിന്ന് മാറ്റാം. പോട്ടെ. ഞാൻ പിന്നെ വിളിക്കാം. 2 മണി കഴിഞ്ഞല്ലോ. അവന്തിക ഈ സമയത്ത് ആരോടാ സംസാരിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട്. എന്താ, നിനക്ക് വല്ല വിരോധമുണ്ടോ? എനിക്കൊരു വിരോധവും ഇല്ല. മാഡത്തിനെ വിളിച്ചുണർത്തി ഞാനിത് കാണിച്ചു കൊടുക്കാം. മാഡത്തിന് വിരോധമുണ്ടോ എന്ന് അറിയണമല്ലോ. ഡമീറ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. നീ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ആരോടാണെന്നൊക്കെ എനിക്കറിയാം. ഞാനിത് മാഡത്തിനോട് പറയും. ശരിയല്ലാത്ത എന്ത് കാര്യം കണ്ടാലും അതപ്പ തന്നെ മാഡത്തിനെ അറിയിക്കണമെന്നല്ലേ മാഡത്തിന്റെ ഓർഡർ. ഇതത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവന്തിക, മതി. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കാ തള്ള. റൂമിലേക്ക് പോവാൻ വാ. നിനക്ക് അസൂയാടി, അസൂയ. വാടി. വാ.
സമയം 2 മണി കഴിഞ്ഞു. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? മാഡം ഞാൻ ഇവള് കരുണാകരനോട് പെർമിഷൻ വാങ്ങി 5 മണിക്ക് കമ്പനിന്ന് പോയി. എന്നിട്ട് ഇവിടെ എത്തുന്നത് നേരം വെളുക്കാറായപ്പോ എവിടെയായിരുന്നു ഇത്രയും നേരം ഒന്ന് മാഡം ചോദിച്ചിട്ട് ഇവൾക്ക് ആൻസർ ഇല്ല. പുറത്ത് പറയാൻ കൊള്ളാത്ത എന്തോ ഒരു കാര്യത്തിന് പോയിട്ട് വന്നിരിക്കുകയാണെന്ന് ഇതിന് തന്നെ മനസ്സിലാക്കാമല്ലോ. അതിലെന്താ സംശയം? പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യത്തിന് തന്നെ ഇവള് പോയത്. അതുകൊണ്ടല്ലേ ഗേറ്റ് വഴി വരാതെ മതിൽ ചാടി വന്നത്. ചോദിച്ചത് കേട്ടില്ലേ പാറു? നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഗേറ്റ് വഴി വരാതെ മതില് ചാടി വന്നത് എന്തിനാ? കണ്ടില്ല മാഡം, പാർവതി ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഇവളിത് ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല. മതില് ചാടിക്കടന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പിടിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടാണെന്ന് മാത്രം. മാഡം ഇനി എത്ര ചോദിച്ചാലും ഇവള് പറയില്ല. ചോദിക്കുന്നതിൽ അർത്ഥവും ഇല്ല. ഈ ഹോസ്റ്റലിന്റെ നിയമം ഇവള് തെറ്റിച്ചു. എവിടെയായിരുന്നു, എന്തിനു പോയതായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഈ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇവൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഹോസ്റ്റലിന്റെ നിയമം തെറ്റിച്ചവളെ ഇനി ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ ഋതികയെ മാഡം ഇവിടുന്ന് പുറത്താക്കിയത്. അതേ തെറ്റേനല്ലേ ഇവളും ചെയ്തിരിക്കുന്നേ. ഇവൾ ഇവിടുന്ന് പുറത്താക്കും മാഡം. പാറു, ഈ ഹോസ്റ്റലിന്റെ റൂൾസ് നിനക്ക് നന്നായിട്ട് അറിയാം. നീ ചെയ്യുന്നത് തെറ്റാണെന്ന് നിനക്ക് തന്നെ ബോധ്യമുള്ളതുകൊണ്ടല്ലേ ഗേറ്റ് വഴി വരാതെ നീ മതില് ചാടി കടന്നു വന്നത്. അതിന് മതിയായൊരു കാരണം ഉണ്ടെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. അത് തുറന്നു പറയാതെ നിന്നെ അകത്തേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല. എന്നുവെച്ചാ ഒരു കാരണം ഉണ്ടെങ്കിൽ ഇവൾക്ക് ഏത് പാതിരാത്രിയിലും ഹോസ്റ്റലിൽ കയറി വരാന്നല്ലേ? മാഡം പ്രശ്നം ഉണ്ടാക്കില്ലെന്ന്. മാഡം ഋതികയെ പുറത്താക്കുമ്പോ കാരണം ചോദിച്ചായിരുന്നോ? ഞാൻ ആ സമയത്ത് ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല. കേട്ടറിഞ്ഞത് വെച്ചിട്ടാ ഞാൻ പറയുന്നത്. ഋതിക മതില് ചാടി വന്നത് ആരോ മൊബൈലിൽ ഷൂട്ട് ചെയ്തു. അത് കണ്ടതും കെട്ടുമാറാപ്പ് എടുത്ത് മാഡം അവളോട് വിട്ടോളാൻ പറഞ്ഞു.